ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ ലൈവ് ട്രേഡ് നോക്കാം. നിഫ്റ്റിയിൽ ലെവൽസ് എന്ന് പറഞ്ഞാൽ 23,678 താഴേക്ക് വരികയാണെങ്കിൽ ഞാൻ അപ്സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇനി അല്ല 23,915 മുകളിലേക്ക് പോകണമെങ്കിൽ ഡൗൺ സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക. അതാണ് ഇപ്പോൾ നിഫ്റ്റിയിലുള്ള എൻ്റെ ട്രേഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ. നമുക്കിനി ബാങ്ക് നിഫ്റ്റിയിലെ ലെവൽസ് നോക്കാം. ഇന്ന് ഞാൻ ലൈവ് സെഷനിലാണ്. ലൈവ് സെഷൻ്റെ കൂടെ പിന്നെ വോയിസ് ഓവർ കൊടുത്തതാണ്. ഞാൻ പിന്നെ എന്താ പറയുക, ലൈവ് കഴിഞ്ഞതിന് ശേഷം വോയിസ് ഓവർ കൊടുത്തതാണ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് ഈ രണ്ട് ലെവൽസാണ്. ഇത് ടാപ്പ് ചെയ്യുമ്പോഴാണ് ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ്. 23,883 എന്ന റേഞ്ചിലാണ് നിഫ്റ്റി ഓപ്പൺ ആകുന്നത്. അതാണ് നിഫ്റ്റിയുടെ ഓപ്പണിംഗ് ലെവൽ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് താഴെ വന്നാലാണ് മുകളിലേക്ക് പോകാൻ കഴിയുള്ളൂ, മുകളിൽ വന്നാലാണ് താഴേക്ക് പോകാൻ കഴിയുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 50,971 ടാപ്പ് ചെയ്യണമെങ്കിൽ മുകളിലേക്ക് നോക്കാം നമുക്ക്. അതുപോലെ 51,979 മുകളിലേക്ക് പോകുകയാണെങ്കിൽ താഴേക്ക് പോകും. അതാണ് രണ്ട് ലെവൽസ് ബാങ്ക് നിഫ്റ്റിയുടെ. ഏതായാലും ഞാൻ ചാൻസ് വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നിഫ്റ്റിയിൽ നമ്മൾ ഇന്ന് രാവിലെ ഒരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഹയർ ടൈം ഫ്രെയിം ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഡൗൺ സൈഡ് ട്രേഡിൽ നോക്കാം. നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. നമുക്ക് എൻട്രി എടുക്കാം. നമ്മൾ എൻട്രി എടുത്തു. എസ് എല്ലും കഴിഞ്ഞു കേട്ടോ. ഒരു സെക്കൻഡ് സത്യം. 9:15 എൻട്രി, 9:16 എങ്ങാണ്ട് എക്സിറ്റും, 88 എൻട്രി, 82 എക്സിറ്റ്. ഈ 2,300 രൂപ, 298 രൂപ ലോസാണ്. അപ്പോൾ ഈ ഒരു ട്രേഡിൽ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഇന്ന് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ലിക്വിഡിറ്റി ഏരിയയാണ്. ഇന്ന് ഹയർ ടൈം ഫ്രെയിമിൽ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തു. ആ ഒരു എൻട്രി തന്ന സമയത്താണ് ഞാനൊരു ട്രേഡ് എടുത്തത്. എന്താ പറയുക, മാർക്കറ്റ് പക്ഷേ മുകളിലേക്ക് തന്നെ പോയി. ഞാൻ താഴേക്ക് വരും എന്നുള്ളതാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ മാർക്കറ്റ് സ്ട്രൈറ്റ് ആയിട്ട് പിന്നെ മീൻസ് എൻ്റെ എസ് എൽ അടിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്നും കൂടെ തന്നെ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ എസ് എൽ 82 കണ്ട് അടിച്ചപ്പോൾ 90 സംതിങ് ആയിട്ട് 93. ആ എൻട്രി എടുത്ത ഒരു സെക്കൻഡിൽ ചെറിയൊരു മാറ്റം എന്ന് പറയാം ആണെങ്കിൽ. ഏതായാലും നോക്കാം, ഇനി ചാൻസ് വരട്ടെ. അതുപോലെ ഫസ്റ്റ് ട്രേഡ് നമ്മുടെ എസ് എൽ അടിച്ചു. ഇനി ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 9:59 ആയിട്ട് നമ്മളെ ഇന്നത്തെ ലിക്വിഡിറ്റി ഏരിയാസ്, ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയാസ് എന്ന് പറഞ്ഞാൽ 23,721 ഇന്ന് ക്രിയേറ്റ് ചെയ്താൽ 23,791, 23,751 ഈ ലെവൽസിലേക്കാണ് ആദ്യം മാർക്കറ്റ് വരുന്നതെങ്കിൽ നമ്മൾ അപ്സൈഡിലേക്കായിരിക്കും ഇനി ട്രേഡ് പ്ലാൻ ചെയ്യാം. അതായത് ഇനി ഫസ്റ്റ് ഏരിയ തന്നെ 23,791 മാർക്കറ്റ് വരികയാണെങ്കിൽ നമ്മുടെ എൻട്രി എന്ന് പറഞ്ഞാൽ അപ്സൈഡിലേക്കായിരിക്കും. നമുക്ക് ടാർഗറ്റ് അത്യാവശ്യം 78 പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. അടുത്തൊരു സിംഗ് ഹൈ വെക്കാൻ പറ്റിയ ഒരു ഏരിയ. അപ്പോൾ ഇതൊരു ലിക്വിഡിറ്റി ഏരിയയാണ്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാമെന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ഇനീഷ്യൽ പ്ലാൻ. ട്രേഡിങ്ങിൽ അതായിരിക്കും പ്ലാൻ എന്ന് പറഞ്ഞാൽ. പക്ഷെ ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയാൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. കാരണം ഇന്നും ഫസ്റ്റ് ട്രേഡ് തന്നെ ഇന്നത്തെ എന്താ പറയുക, ഇന്ന് ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിറ്റിക്ക് അനുസരിച്ചാണ് ഫസ്റ്റ് ട്രേഡ് എടുത്തത്. നമുക്കൊരു സെക്കൻഡ് കൊണ്ട് എസ് അടിച്ചില്ലേ. സെക്കൻഡ് ട്രേഡ് നമുക്ക് താഴേക്ക് വരുമ്പോൾ മുകളിലേക്ക് നോക്കാം. അതായത് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുന്ന സമയത്ത് അപ്പ് സൈഡിലേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഏതായാലും ചാൻസ് വരട്ടെ. ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:56 ആയിട്ടുണ്ട്. നമുക്കൊരു എന്താ പറയുക, ഒരു പുട്ട് ഓപ്ഷൻ കൂടി ഒന്ന് നോക്കാം. കാരണം നമ്മൾ രാവിലെ മാർക്ക് ചെയ്തൊരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. 23,915 ഒരുപാട് സിംഗ് ഹൈ ആണ്. ഒരു പ്രോപ്പർ IDX ഏരിയ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കോൾ ഓപ്ഷൻ ഒരു പുട്ട് ഓപ്ഷൻ കൂടി ബൈ ചെയ്യാം. നമ്മൾ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ നമുക്ക് എൻട്രി ഒന്നും തരാതെ മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നത്. വീണ്ടും നമുക്കൊരു എൻട്രി തന്നത് ഇപ്പോൾ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റിയിലാണ്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് തന്നെ 23,915 മാർക്കറ്റ് ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരു എന്താ പറയുക, ഫസ്റ്റ് ഈ ഒരു ട്രേഡ് നമുക്ക് ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം. നമ്മുടെ ഒരു എൻട്രി ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ പോവാണ്. നമുക്ക് ടാർജറ്റും അത്യാവശ്യം പോയിന്റ്സ് ഉണ്ട്, അത്യാവശ്യം നല്ല പോയിന്റ്സ് ഉണ്ട് ടാർജറ്റ്. ഇനി മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോവുകയാണെങ്കിലും ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുക്കാൻ വരും എന്നുള്ള വ്യൂവിൽ നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. നമുക്കൊരു ബൈ കൊടുക്കാം. നമ്മൾ ബൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അവിടെ ഓർഡർ കൊടുത്തിട്ടില്ല, 6 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. ഓർഡർ ഫില്ലായിട്ടുണ്ട്, ഓർഡർ ഹിറ്റായിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, ഓർഡർ മാർക്കറ്റ് 72 പ്രീമിയം ഉള്ളത്. നമുക്ക് 73.50 എൻട്രി കിട്ടിയത്. 73.50 നമ്മുടെ എൻട്രി വന്നത്. നമ്മൾ ഡൗൺ സൈഡ് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് ഓർഡറാണിത്. സ്റ്റോപ്പ് ലോസ് ഓർഡർ 67.5 നമ്മളത് നോക്കുക, കുഴപ്പമില്ല. അത് പിന്നെ എന്താ പറയുക, ആ ഒരു സ്റ്റോപ്പ് ലോസ് ഓർഡർ
ഇത് എൻട്രി എടുത്തത് പെൻഡിങ് ഓണർ, സോറി ഞാനത് എൻട്രി എടുത്തില്ല എന്നുള്ള വ്യൂവിൽ പിന്നെ എടുത്ത് നോക്കിയതാണ്. ഓക്കെ, നമ്മുടെ എൻട്രി വന്നിട്ടുണ്ട് കഴിഞ്ഞാൽ 73.50 തന്നെയാണ്. അത് 66 സംതിങ്ങിലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ചെറിയ ലോസിലാണ് ആ ട്രേഡിൽ. നമ്മൾ അവിടുന്ന് ഡൗൺ സൈഡിലേക്കാണ്. അടുത്തൊരു 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ നമ്മൾ രാവിലെ മാർക്ക് ചെയ്ത് 23,791 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സിറ്റ് ചെയ്യാം. താഴെ വരികയാണെങ്കിൽ അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്കും എൻട്രി എടുക്കാനുള്ളൊരു ഏരിയയാണ്. ഈ ട്രേഡിൽ ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ഒരു ട്രേഡും കൂടെ ചെയ്യാം. ഇൻ കേസ് ഈ ഒരു ട്രേഡിൽ SL ആണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും. നമ്മളെ മാക്സിമം ഒരു ദിവസം 2 SL ആണ് ആസ് പെർ നമ്മുടെ സിസ്റ്റം. പിന്നെ നമ്മൾ എത്ര ചാൻസ് കിട്ടിയാലും ട്രേഡ് ചെയ്യാതിരിക്കുക, വാച്ച് ചെയ്യുക. പിന്നെ നമുക്ക് ടൈം ഉണ്ടാവും. അതാണ് നമ്മുടെ പ്ലാന്. നോക്കാം, നമുക്ക് ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പോയിൻറ്റ്സ് ഉണ്ട്. അവിടെ 100 സംതിങ് പോയിൻ്റ് ഉണ്ട്. വെയിറ്റ് ചെയ്യാം. ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്തു തരാം. നമ്മുടെ സെക്കൻഡ് ട്രേഡിൽ SL അടിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് ടോട്ടലി 2 SL ആണ്. നമ്മൾ താഴേക്ക് തന്നെ വരും എന്നുള്ള പ്ലാനിലിരുന്നതാണ്. പക്ഷേ മാർക്കറ്റ് എഗെയിൻ അപ്പ് സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ എന്താ പറയുക, രാവിലത്തെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ടാണ് ഒരു ട്രേഡ് എടുത്തത്. അതുകൊണ്ട് പ്രീവിയസ് ഡേയിലെ പ്രൈസ് ആക്ഷൻ നോക്കി ഒരു ട്രേഡ് കൊടുത്തു. അപ്പോൾ നമ്മുടെ 2 ട്രേഡും SL അടിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ ദിവസം നോക്കാം, ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാം. ഇപ്പോൾ സമയം 11 മണി ആയിട്ടുള്ളൂ. ഇനി ഇഷ്ടംപോലെ സമയമുണ്ട്. നമുക്ക് മാർക്കറ്റ് വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റഡി പർപ്പസിന് യൂസ് ചെയ്യുക, ചാർട്ടുകൾ അനലൈസ് ചെയ്യുക, എന്തെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യുക, കുഴപ്പമില്ല. കാരണം എൻട്രി ഏരിയകൾ എങ്ങനെയൊക്കെ വന്നത്, ഇന്ന് മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്ത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സമയം 12:10. നമ്മളെ എൻട്രി സെറ്റപ്പ് പ്രകാരം എൻട്രി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എടുത്തിട്ടില്ല. നമ്മൾ ഓൾറെഡി നമ്മളെ മാക്സിമം നമ്പർ ഓഫ് ട്രേഡ്സ് കഴിഞ്ഞതുകൊണ്ട് പിന്നെ എടുത്തില്ല. ഇന്നത്തെ ടാർഗറ്റ്, ഇന്നത്തെ ഡേ ഹൈ ഒക്കെ വെച്ചാലും 1:5 ഈസി ആയിട്ട് കിട്ടുന്ന ഒരു എൻട്രി ഏരിയയാണ്. നമ്മൾ ടാർഗറ്റ് ഏരിയ എത്തിയിട്ടില്ല. ഏതായാലും നോക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 12:45. നമ്മൾ ആ ഒരു 2 ട്രേഡ് തന്നെ എടുത്തിട്ടുള്ളൂ, പിന്നെ എടുത്തില്ല. ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞില്ല അപ്പ് സൈഡിലേക്ക് ഒരു എൻട്രി ഉണ്ട് എന്ന് പറഞ്ഞു. അത് പറന്ന് മുകളിലേക്ക് പോയിട്ടോ. എമ്മാതിരി പോകാൻ മാർക്കറ്റ് പോകണമെന്ന് പറയും. 24,000 മുകളിലെത്തിയപ്പോൾ മാർക്കറ്റ് എന്നുള്ളതാണ്. നമ്മൾ ആ എൻട്രി രണ്ടാമത് ഓപ്പർച്യൂണിറ്റി അതിൽ തന്നിട്ടുണ്ട്, അഗ്രസീവ് എൻട്രി തന്നിട്ടുണ്ട്, എല്ലാ ടൈപ്പ് എൻട്രി അതിൽ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് രസം. അത്യാവശ്യം ഈ ചെറിയ ടാർഗറ്റ് അടിച്ചാൽ പോലെ നമുക്ക് 1:6 7 ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വലിയൊരു മൂവ്മെൻറ്റൊക്കെ ക്യാപ്ചർ ട്രെയിൽ ചെയ്ത് പോകുന്നവർക്കൊക്കെ നല്ലൊരു ടാർഗറ്റ്. പക്ഷേ നമ്മുടെ എൻട്രി സെറ്റപ്പ് പ്രകാരം ഞാൻ 2 എൻട്രി എടുത്തിട്ടുണ്ട്. അത് SL ആണ്. പിന്നെ ഇന്ന് വന്ന മൂന്നാമത്തെ അവസരത്തിലാണ് ടാർഗറ്റ് അടിച്ചത്. അത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഇത് വിചാരിച്ചിട്ട് നാളെ ഒരുപാട് നമ്പർ ഓഫ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 4 5 SL വന്നാൽ പിന്നെ നെക്സ്റ്റ് ഡേ നമുക്ക് ഇമോഷണലി പ്രോബ്ലം വരും. അതുകൊണ്ടാണ് ഞാൻ ആ നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ കാര്യത്തിൽ ഒരു കൺട്രോൾ 2025 മുതൽ വരുത്താന്നൊക്കെ, മാക്സിമം 2 എടുക്കുന്നുള്ളൂ, SL അടിച്ചാൽ പിന്നെ ചെയ്യില്ല എന്നൊക്കെ പ്ലാൻ ചെയ്യാൻ കാരണം നമുക്ക് കൂടുതൽ ചെയ്യുന്നതിനനുസരിച്ച് ചിലപ്പോൾ 1 2 ദിവസം അങ്ങനെ ടാർഗറ്റിലേക്ക് വന്നു എന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് 3 4 SL അടുപ്പിച്ച് വന്നാൽ പിന്നെ നമുക്കത് ട്രേഡ് ചെയ്യാൻ ഇമോഷണലി പ്രോബ്ലം വരും. അതുകൊണ്ടാണ്. കുഴപ്പമൊന്നുമില്ല, അവസരങ്ങൾ ഇനിയും ഉണ്ടാവും. ഇതേപോലത്തെ ടാർഗറ്റുകൾ ഇനിയും ഇഷ്ടം പോലെ വരും. നമ്മൾ ലിക്വിഡിറ്റി എന്നുള്ള ബേസ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം അവസരങ്ങളുണ്ടാവും. നമുക്ക് വളരെ 10 ട്രേഡിൽ 2 ഒക്കെ ടാർഗറ്റ് അടിച്ചാൽ തന്നെ നമ്മൾ പ്രോഫിറ്റബിളാണ്. അവസരങ്ങളുണ്ടാവും. ഏതായാലും ഇനി ഞാൻ പുറത്തിറങ്ങുകയാണ്. 12:45. ഇനി ഞാൻ ട്രേഡും ചെയ്യുന്നില്ല. ഏതായാലും താങ്ക് യു, ബൈ.